വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു നമ്മൾ കാണാത്തൊരു മലയാളം നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനൽ കാണുന്നത് ഇപ്പോഴാണ്. ഇന്നലെ പ്രശ്നമാണ് കണ്ടത്. ഇന്നലെ എനിക്കൊരു ജഡ്ജ്മെൻ്റ് ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നോർമൽ ആക്ടിവിറ്റികളൊക്കെ ഭയങ്കര എൻഗേജിങ് ആണ്. അപ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് ക്ലാസ് ഫിലിമാണ്. അപ്പോൾ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ ഒന്നും എല്ലാവരും കാണാൻ അല്ലേ? ഈ പറഞ്ഞത് തന്നെ ഇത് വർക്ക് ചെയ്തപ്പോൾ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസുമാണ്. കാണുന്ന സമയത്തും അഗൈൻ ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഇന്നാണ് മര്യാദയ്ക്ക് പടം കാണുന്നത്. പിന്നെ ഇതിൻ്റെ തിയേറ്ററിന് വേണ്ടിയിട്ടുണ്ടാക്കിയേക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കണം എന്ന് തോന്നുന്നു. എന്നാലേ ഈ പടത്തിൻ്റെ ഏറ്റവും എല്ലാ തരത്തിലും ഇത് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കാണുന്നവർക്ക് കിട്ടും. സോ എവറിബഡി പ്ലീസ് വാച്ച് ഇറ്റ്. പിന്നെ കുറച്ചിറങ്ങിയെന്നോ? കുറച്ചിറങ്ങിക്കില്ലേ? സോ എങ്ങനെയാണ് എക്സ്പീരിയൻസ് വാസ് അമേസിങ്. എൻ്റെ ആദ്യത്തെ മൂവിയാണ് ഇത്. ആക്ച്വലി ഞാൻ ഇപ്പോൾ അഭിനയിച്ചിട്ടുമുണ്ട്, പാടിയിട്ടുമുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് താഷു എന്നാണ്. ഇത് ആക്ച്വലി ഇന്ത്യയിലെ ഫസ്റ്റ് എവർ പാരനോർമൽ ആക്ടിവിറ്റി മൂവിയാണ്. ഇറ്റ് വാസ് ഷോട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ ആസ് വെൽ. ഇറ്റ് വാസ് ഷോട്ട് ഇൻ എ ബ്ലോഗിങ് വേ. ആൻഡ് അത് കേരളയിലും ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം വടക്കൻ മൂവി. ആൻഡ് യാ, നിങ്ങൾ ഏതെങ്കിലും പറയണം എങ്ങനെ ഉണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ ആദ്യത്തെ മൂവിയാണ്. ആൻഡ് യാ, ടെക്നിക്കലിയും സൗണ്ടും കൊണ്ടും എനിക്ക് തോന്നുന്നു ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു മൂവി തന്നെയായിരിക്കും വടക്കൻ. സോ ഐ ഗെസ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിപ്പം തിയേറ്ററിൽ പോയി ഈ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ഒരു രസമായിരിക്കും. താങ്ക് യു. ആണുതോറും ഒരു പെർസ്പെക്റ്റീവാണ് കാണുന്നത്. എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സെക്കൻഡും സ്ക്രീനും കണ്ടു മാറാൻ സമയം തരും. എല്ലാവരും കണ്ടു. ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ എൻ്റേതായ ഒരു വേൾഡിലിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കണ്ടു, പക്ഷെ കൂടുതൽ ഫോക്കസ് തരും ചുറ്റും എന്തൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പടത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പിന്നാണ് മര്യാദയ്ക്ക് പടം കാണുന്നത്. ആൻഡ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് കാണുമ്പോൾ തന്നെ. എസ്പെഷ്യലി ബിക്കോസ് പടത്തിൻ്റെ വേറെ ഞങ്ങൾ വർക്ക് ചെയ്യാത്ത ഭാഗങ്ങൾ കഥ വായിച്ചിട്ടൊന്നും സ്ക്രിപ്റ്റ് വായിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു മൊത്തം പടത്തിൻ്റെ. അപ്പോൾ കാണുമ്പോഴും ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുന്നുണ്ട്. ക്യാരക്ടറിലേക്ക് അങ്ങനെ ഭയങ്കര വലിയ ക്യാരക്ടറൊന്നും അല്ലല്ലോ, ചെറിയൊരു ക്യാരക്ടറല്ലേ, അതിന് വലിയ എക്സസൈസ് ഒന്നും ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഒരു റൂമിലേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നമുക്ക് പേടിച്ചുകൊണ്ടായിരിക്കും, പക്ഷെ ധൈര്യം കാണിക്കണം. അങ്ങനെ കയറി പോകുന്നൊരു ക്യാരക്ടറാണ് ഫസ്റ്റ് ഡേ ചേച്ചിനെ കയറി പോകും റൂമിലേക്ക്. ഫസ്റ്റ് ടാസ്ക് ഡേ 1 ഞാൻ ഏത് ക്യാരക്ടറാണ് ചെയ്തത്? ഓക്കെ, ചേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ച് മൂടുപോയി. കാരണം ഇവിടുത്തെ മൂവീസിൻ്റെ ഓഫർ അത്ര കൂടുതൽ ഉണ്ടായിരുന്നില്ല. പിന്നെ കിസ്മത്ത് വന്നതിൻ്റെ ശേഷം ചില നല്ല പടങ്ങൾ. അപ്പോൾ ഇറ്റ്സ് നോട്ട് ബീൻ എൻ ഈസി ജേർണി, ഇറ്റ്സ് ബീൻ എ വെരി ഹാർഡ് ജേർണി. ഒരു ഓഡിയൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമാണ്. നമ്മുടെ
നല്ലൊരു ലെവലിൽ നിൽക്കുമ്പോഴാണ് ഓഡിയൻസ് മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്നില്ല ഒരു സംശയം ചോദിക്കണം. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു ആയിരുന്നു സംശയം. ഞാൻ താമസിച്ചിട്ടില്ല, ഞാൻ ജീവിക്കുന്നില്ല, എൻ്റെ ലൈഫ്. അവതാരകയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കേരളത്തിലുണ്ടായിരുന്നില്ല. അതെ, ഞാൻ നെറ്റ്ഫ്ലിക്സിൽ എൻ്റെ ഒരു ഷോ ഉണ്ട്, ആമസോണിൽ ഷോ ചെയ്തു, സോണിയിൽ ഇവിടെ ബോംബെയിൽ ഞാൻ ബോളിവുഡ് ഫിലിം ചെയ്തു. അപ്പോൾ ബോംബെയിൽ ഒത്തിരി ഞാൻ ക്രിസ്മസിൻ്റെ ശേഷം ബോംബെയിൽ കുറേ ഓഫേഴ്സ് കിട്ടി, പിന്നെ കുറേ മോഡലിംഗ് ഓഫേഴ്സ് കിട്ടി. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ബിസി ആയിരുന്നു. ഇവിടെ കിട്ടുന്ന പടങ്ങൾ ഒരു കുറച്ചുകൂടെ എക്സൈറ്റിങ്, അത്ര എക്സൈറ്റിംഗ് അല്ലാത്ത സ്റ്റോറീസ് ആയിരുന്നു. പിന്നെ വടക്കൻ വന്നപ്പോൾ ഞാനത് ഓപ്പർച്യൂണിറ്റി എനിക്ക് നടന്നു വന്നതാണ്. ഏറ്റവും കൂടുതൽ പാഷൻ എന്തിനോടാണ്? മീൻസ് ഒരു ആങ്കറായിരുന്നു, ഏറ്റവും കൂടുതൽ പാഷൻ ഇതിനോടാണ്? ആക്ടിങ്ങിനോടാണോ അല്ലെങ്കിൽ ആക്ടിങ് പാഷനേറ്റ് ആയിട്ടാണോ ഒരു ആങ്കറുടെ വേഷത്തിൽ ആദ്യമേ എത്തിയത്? എൻ്റെ പാഷൻ ടു ക്രിയേറ്റ് ആർട്ട്, അത് അവതാരകയായാലും ശരി, ചിലപ്പോൾ അഭിനേത്രി ആയാലും ശരി, അത് ഡാൻസർ ആയാലും ശരി, നല്ലപോലെ ഡാൻസറുമാണ്, മോഡലിംഗ് ആയാലും ശരി, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഒരു സെൽഫ് എക്സ്പ്രഷൻ പറയാം. ஓகே, ஆஸ் அன் ஆக்டர் நீங்கள் ப்ரிஃபர் பண்ணுற விஷயங்கள் என்ன சார்? அதாவது ஒரு கேரக்டரை சூஸ் பண்ணும்போது நீங்கள் ப்ரிஃபர் பண்ணுற விஷயங்கள் என்ன? பிகாஸ் எல்லா லாங்குவேஜ்லேயும் நாங்கள் நீங்களை பார்க்குறேன், മലയാളം, കന്നഡ, തമിഴ്, എവറി ലാംഗ്വേജ്. பவர் வேறு பண்ணிக்கிறோம். ஸோ மெயின்லி த ஸ்டோரி, கதையாக என்ன சொல்ல போகிறோம் அப்படிங்கிற மாதிரி பாருங்கள். ஒரு நல்ல கதை, நல்ல விஷயம் ஏதோ ஒன்று மக்களுக்கு தேவைப்படுற ஒரு விஷயம் சொல்லணும். டெஃபினெட்லி எவ்ரி பார்ட் ஆஃப் இட். ஸோ அது ரொம்ப இன்ட்ரெஸ்டிங் ஜானர் மூலியமாக இங்கே சொல்கிறோம். ஒரு ஹாரர் த்ரில்லராக சொல்கிறோம். பட் உள்ளே சொல்ல வேண்டிய விஷயங்கள் நிறையா இருக்குது. இட் இஸ் கனெக்டட் டு த பீப்புள், கனெக்டட் டு த ரூட்ஸ், லோக்கல் விஷயங்கள், நிறைய விஷயங்கள். இப்போ நீங்கள் வடக்கன் மூவியில் மலையாளத்தில் வராரு, டெக்னிக்கல் டீம் ரொம்ப சூப்பராக இருக்குது. டெக்னிக்காலிட்டியை குறித்து சொல்ல முடியுமா? சொல்ல வேண்டியது படம் பார்த்தா உங்களுக்கு தெரிஞ்சிடும். விஜுவல்ஸ் அண்ட் மியூசிக், உங்களுக்கு கேட்கோ நக்கார சினிமாட்டோகிராஃபி பண்ணியிருக்காங்க, ரசூல் சார் சவுண்ட் கொடுத்துருக்காங்க. இதை விட என்ன விஷயம்? ஸோ அந்த வேலையை பற்றி அவங்க ஆல்ரெடி தேர் ப்ரூவன் தேர் ஒர்க் நிறைய பண்ணியிருக்காங்க. இந்த படம் இந்த படத்துக்கு பெரிய ப்ளஸ் அவங்க இருந்துச்சு. நீங்கள் விஷுவல்ஸ் பார்த்தா தெரியும், சவுண்ட் தியேட்டரில் போய் பார்த்தா கண்டிப்பாக அந்த எக்ஸ்பீரியன்ஸ், ஃப்ரெஷ் எக்ஸ்பீரியன்ஸ் தியேட்டரில் போய் பார்த்தா கண்டிப்பாக கிடைக்கும். கண்டிப்பாக சார். காந்தாரா 2 அப்டேட் ஏதாவது இருக்கா? நீங்கள் இருக்காங்களா சார் காந்தாரா 2? இல்லை, காந்தாரா 2 ஐமாவோட பாருங்க. ஓகே, உங்களோட அப்கமிங் மூவிஸை பற்றி சொல்ல முடியுமா? அதாவது சின்ன சின்ன படங்கள் இருக்காங்க, இன்ட்ரெஸ்டிங் ஃபிலிம்ஸ். ஸோ படம் வரும்போது ஏன்னா ரொம்ப டைம் ஆகும் சின்ன படம் எடுக்கிறதுக்கு. ஸோ படம் வரும்போது கண்டிப்பாக. ஓகே, டெக்னிக்கல் சைடில் ஏதாவது ட்ரை பண்ணுறீங்களா? டைரக்ஷன் அப்படி ஏதாவது? அதுவும் போயிட்டுருக்கு. பிகாஸ் எல்லாமே சொன்னதுக்கப்புறம் அது ஒரு சினிமா இஸ் அ டைரக்டர்ஸ் மீடியா. அதனால் ஏதாவது பேசணும்னு ஆடியன்ஸ் கூட டைரக்டரான தான் முடியும். ஸோ கண்டிப்பாக பண்ணிகிட்ருக்கேன் ஆல்ரெடி. சின்ன ப்ரோசஸ் 3 வருஷமாக எடுத்துகிட்டு இருக்கேன். சின்ன படங்கள்ங்கிறதுனால அது நடிக்கிறது வேறு இருக்கிறதுனால கொஞ்சம் லேட் ஆகும். ஓகே, காந்தாரா மாதிரி பிக் ஃபிலிம்ஸை விட சின்ன படங்கள் தான் உங்களுக்கு பிடிக்கும் அப்படி சொல்கிறீங்களா? வி ஹேவ் மோர் கண்ட்ரோல். ஏன்னா படம் அதிகமாக போட்டால் படம் சம்பாதிக்கிற ஒரு ப்ரெஷர் இருக்கும்ல. தென் வி ஸ்டார்ட் மேனிப்புலேட்டிங் சினிமா, மேனிப்புலேட்டிங் த ஸ்டோரி இட் செல்ஃப். ஏன்னா ஜனங்களுக்கு எது பிடிக்கும் அதுதான் எடுப்போம். ஏன்னா கட்டாயம் இருக்கும்ல, யூ ஹேவ் டு ஏர்ன் இட் பேக். சின்ன படங்கள் அவ்வளோ ப்ரெஷர் இருக்காது. நீங்கள் நிஜமாக ஜனங்களுக்கு என்ன தெரியும், என்ன நீங்கள் பேச போகிறீங்க, என்ன பேச விரும்புகிறீங்களோ ஜனங்கள் கூட அதை பேசுவோம் தைரியமாக.